സബ് ഇൻസ്പെക്ടർ നിങ്ങളെ വീഴ്ചയാണ്. നേരത്തെ നോട്ടീസ് കൊടുത്തു. പിന്നെ ഈ സമരത്തിനടുത്ത് വന്നിട്ട് നിങ്ങളെ പേരെന്താ? ഇതാണോ പോലീസിന്റെ രീതി? ഇതാണ് സമീപനം. എന്നോട് ഒന്ന് പേര് വയ്ക്കല്ലേ ഈ പോലീസ്? പേര് പറഞ്ഞു കൊടുക്കണം പോലും. എന്തിന് കേസെടുക്കാൻ ഞാൻ നോക്ക് പേര് കൊണ്ടാണോ? സുനിൽ ഐസക് കണ്ണൂരിൽ നിന്നും ചേരുകയാണ്. സുനിൽ, എന്തിനായിരുന്നു ഈ കളക്ടറേറ്റ് KGNAയുടെ കളക്ടറേറ്റ് മാർച്ച് നടന്നത്? ഒപ്പം തന്നെ MLAയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു സംഘർഷത്തിന് ഇടയായത് എന്താണ്? പരിഷ, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ കളക്ടറേറ്റിൻ്റെ രണ്ടാമത്തെ ഗേറ്റിലാണ്. ഇവിടെയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ നാടകീയ രംഗങ്ങൾ ഉണ്ടാവുന്നത്. കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ കളക്ടറേറ്റിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. മാർച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടത് വിജിൻ, കല്യാശ്ശേരി MLA വിജിൻ ആയിരുന്നു. വിജിൻ എത്തുന്നതിന് മുമ്പ് തന്നെ മാർച്ച് ഇവിടേക്കെത്തി. രണ്ടാമത്തെ ഗേറ്റിലേക്ക് മാർച്ച് എത്തുമ്പോൾ പക്ഷേ ഒരൊറ്റ പോലീസുകാർ പോലും ഈ ഗേറ്റിൽ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും മാർച്ചിൻ്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പോലീസിനെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെയും ഒക്കെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇവിടെ പോലീസിനെ വിന്യസിക്കുന്ന കാര്യത്തിൽ അപാകതയുണ്ടായി, അല്ലെങ്കിൽ അക്കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നത് കൃത്യമാണ്. എന്തായാലും പക്ഷേ ഈ KGNAക്കാർ അവരുടെ പ്രകടനവുമായി എത്തുന്ന സമയത്ത് ഒരൊറ്റ പോലീസിനെ പോലും ഇവിടെ കാണാത്തതിനെ തുടർന്ന് അവർ പ്രകടനമായി അവരുടെ മാർച്ച് കളക്ടറേറ്റ് വളപ്പിനുള്ളിലേക്ക് തന്നെ കയറി. ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന പിങ്ക് പോലീസ് ഓടിയെത്തുകയും ഇവരെ തടയുകയും ചെയ്തു. അവരോട് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. അവർ ഗേറ്റിൻ്റെ പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും കല്യാശ്ശേരി MLA വിജിൻ എത്തുകയും വിജിൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഈ മാർച്ച് കളക്ടറേറ്റ് കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്ന വിവരമറിഞ്ഞ് ഇവിടേക്ക് ടൗൺ SIയും സംഘവും എത്തിയിരുന്നു. പിന്നാലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് കേസെടുക്കേണ്ടതുണ്ട്. അതിനായി ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് ടൗൺ SI ഈ പരിപാടിയിൽ പങ്കെടുത്ത അതിൻ്റെ നേതാക്കളുടെ പേര് എഴുതി വാങ്ങാൻ ആവശ്യപ്പെട്ടു. എന്തായാലും ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആദ്യം ചെന്ന് പേര് ചോദിച്ചത് കല്യാശ്ശേരി MLA വിജിനോടാണ്. അപ്പോൾ ഒരു MLAയുടെ പേര് പോലും നിങ്ങൾക്കറിയില്ലേ? അതുമാത്രമല്ല, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദാംശങ്ങൾ നേരത്തെ തന്നെ പോലീസിനും സ്പെഷ്യൽ ബ്രാഞ്ചിനും കൈമാറിയതായിരുന്നു. പിന്നെ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് വിജിൻ തിരികെ ചോദിച്ചു. പക്ഷേ SIയുടെ നിർദ്ദേശാനുസരണമാണ് താൻ വന്ന് പേര് ചോദിച്ചതെന്നായിരുന്നു വനിതാ ഉദ്യോഗസ്ഥയുടെ മറുപടി. ആ സ്ഥലത്തേക്ക് അപ്പോഴേക്കും ടൗൺ SI കൂടി എത്തുന്നു. തുടർന്ന് ഈ കാര്യം പറഞ്ഞ് ടൗൺ SIയും MLA വിജിനും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ടൗൺ SI MLAയോട് അപമര്യാദയായി പെരുമാറി എന്നാണ് വിജിൻ ഉന്നയിക്കുന്ന ആക്ഷേപം. അതുമാത്രമല്ല, ടൗൺ SIയോട് MLA നിങ്ങളെന്താ സുരേഷ് ഗോപി കളിക്കുകയാണോ എന്ന തരത്തിലുള്ള സംസാരവും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാക്കേറ്റത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന അവസ്ഥയും ഉണ്ടായി. എന്തായാലും വലിയ വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങളെത്തി. മാത്രമല്ല, പോലീസിൻ്റെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് വിജിൻ ആ വിഷ്വലിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ ഒരു മാർച്ച് നേരത്തെ പ്രഖ്യാപിച്ച് അത് പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ പോലീസ് ഉണ്ടാവേണ്ടതാണ്, പോലീസ് ആ മാർച്ച് തടയേണ്ടതാണ്. പക്ഷേ ഈ മാർച്ച് എത്തുന്ന സമയത്ത് ഒരൊറ്റ പോലീസുകാർ പോലും ആ സ്ഥലത്തുണ്ടായിരുന്നില്ല. അത് പോലീസിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ആ പോലീസിൻ്റെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്. മാത്രമല്ല, MLA അപമാനിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് SIയുടെ ഭാഗത്തുനിന്നും വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നുമാണ് അത്തരമൊരു ആരോപണമാണ് കല്യാശ്ശേരി MLA വിജിൻ ഉന്നയിക്കുന്നത്. എന്തായാലും തൊട്ടു പിന്നാലെ തന്നെ സ്ഥലത്ത് CI അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തി. അവർ MLAയുമായി സംസാരിച്ചു. അതിനുശേഷം MLAയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് MLA മടക്കി അയക്കുകയും ചെയ്തു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA അടക്കം KGNAയുടെ നേതാക്കളടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ MLA ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായും സൂചനയുണ്ട്. ഭാരിഷ.